കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത വളരെ രസകരമായി തോന്നി. വാർത്തയുടെ ചുരുക്കം ഇങ്ങനെയാണ്: ഒരു അധ്യാപകൻ 2 ദിവസത്തോളം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഒരു 15,000 രൂപയോളം പിഴയും അടക്കേണ്ടി വന്നു. അതിനുണ്ടായ കാരണമാണ് അതിലും രസം. കുറെ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ തല്ലുണ്ടാക്കിയതിന് ചൂരൽ കൊണ്ട് തല്ലിയതിനാണ് ആ അധ്യാപകന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മനോവേദനയോടെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്രയും വർഷം നേടാനാകാത്ത തിരിച്ചറിവ് നൽകിയ 2 ദിനങ്ങൾ അത് സമ്മാനിച്ച വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷകർത്താക്കൾക്കും രാഷ്ട്രീയ അധികാരികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലിയാലും ക്ലാസ്സിൽ കയറിയാലും കയറിയില്ലെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ക്ലാസ്സിൽ കരണം കുത്തിമറിഞ്ഞാലും വെള്ളമടിച്ചു വന്നാലും കഞ്ചാവ് അടിച്ചു വന്നാലും തന്റെ ശമ്പളം മാത്രം എണ്ണി നോക്കി വീട്ടിൽ പോയാൽ മതി എന്നുള്ള തിരിച്ചറിവ്. വളരെ വേദനയോടെ പറയട്ടെ, നിങ്ങൾ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ അധ്യാപകന്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകാം. തന്റെ മക്കളെ പോലെ കണ്ട് തന്റെ വിദ്യാർത്ഥികളെ ശിക്ഷിച്ചതിന് ഒരു അധ്യാപകൻ അനുഭവിക്കേണ്ടി വന്ന വേദന. വരുംകാലങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള സാഹചര്യം തനിക്കും ഉണ്ടാകുമെന്ന തോന്നൽ ഓരോ അധ്യാപകരിലും ഉണ്ടാവുകയാണെങ്കിൽ തല്ലിപ്പഴിപ്പിച്ച് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഓരോ അധ്യാപകന്റെ മനസ്സിൽ നിന്നും ഇല്ലാതെയാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഒരു മുരടിച്ച സമൂഹത്തെ വാർത്തെടുക്കാനുള്ള വഴിയാണ് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്.